ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ മിനി വ്ളോഗ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ നല്ല നൂലപ്പം ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂലപ്പാണ്. അപ്പോൾ നൂലപ്പത്തിന് ഇതുപോലെ അച്ചിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ, ഇങ്ങനെ ആക്കാം. അപ്പോൾ ചിലതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളോ ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു അമ്മ. പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്തു. പിന്നെ നമുക്ക് കറി ഉണ്ടായിരുന്നത് ഗ്രീൻ ബീൻസ് കറി ആയിരുന്നു കേട്ടോ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് നമുക്ക് കഴിക്കാറുള്ളതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നൂലപ്പം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കലൊക്കെ. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ളത്. അവിടെ പോയി വന്നതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നൂലപ്പം ഗ്രീൻ ബീൻസ് കറിയും ചായയും കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫുൾ ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ. എല്ലാവരും അടിക്കൽ തുടയ്ക്കൽ, പിന്നെ ജനലാത്തതൊക്കെ തുടയ്ക്കലായിരുന്നു. നമ്മൾ എന്നും ജനലൊന്നും തുടയ്ക്കാൻ പറ്റാറില്ല. അപ്പോൾ അതിന് സൺഡേ ആണ് നോക്കി എടുക്കാറ്. പിന്നെയും കുറച്ച് സാധനങ്ങൾ ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഷെൽഫിൽ. അതൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. ബാക്കി ഒരുവിധം എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിക്കൽ തുടയ്ക്കൽ ഒക്കെ പിന്നെ വന്നിട്ടാണ് ചെയ്തത്. ഒരുവിധം ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഉച്ചയായി പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ നമുക്ക് ലഞ്ചിന് മുട്ട കൊത്തി പൊരിച്ചത് ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ ലഞ്ചിന് ഇതൊക്കെയായിരുന്നു കഴിച്ചത്. ഒരു അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എക്സ്ട്രാ. അങ്ങനെ ടി വി കണ്ട് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടി ടി വി കണ്ട് കിടന്നുറങ്ങിപ്പോയി. പിന്നെ എണീറ്റപ്പം അമ്മ മറ്റേ കൂവപ്പൊടിയും ശർക്കരയും ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു ഇതാക്കിയിട്ട് നാളികേരമൊക്കെ ഇടും തോന്നുന്നുണ്ട് കേട്ടോ ഇതിൽ. അത് കുടിച്ചിരുന്നു. പിന്നെ സാധാ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുമ്മാ പുറത്ത് വന്നിരുന്ന്. പിന്നെ അങ്ങനെ വൈകുന്നേരം പ്രാർത്ഥനയും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് രാത്രിത്തെ കൂട്ടാനുണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാ നമ്മുടെ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് പയർ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി പയറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ പയർ വേവിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത്യാവശ്യം ഉപ്പും കാര്യങ്ങളൊക്കെ പയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. പിന്നെ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അങ്ങനെ അത് കഴുകാനായിരുന്നു പിന്നത്തെ പണി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പയറുകറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറുണ്ടായിരുന്നു. പിന്നെ പ്ലേറ്റ് എടുക്കേണ്ട മടിക്ക് ഞാൻ ചട്ടിയിൽ തന്നെ ഇട്ടോട്ട് ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത